എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് യേശു പള്ളിപ്രമാണിയോട് എന്തു പറയുന്നുവെന്ന് ശ്രവിക്കാം. മർക്കോസ് 5:36. യേശു ആ വാക്കു കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഈ വാക്യം നാടകീയവും വൈകാരികവുമായ ഒരു നിമിഷത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഒരു സിനഗോഗ് നേതാവായ യായിറോസ് മരിക്കുന്ന തൻ്റെ മകളെ സുഖപ്പെടുത്താൻ യേശുവിനോട് വന്ന് അപേക്ഷിക്കുന്നു. യേശു സമ്മതിക്കുന്നു. പക്ഷേ വഴിയിൽ ഒരു സ്ത്രീ രക്തപ്രശ്നത്തിൽ അവനെ തടസ്സപ്പെടുത്തുന്നു. യേശു അവളെ സുഖപ്പെടുത്തുന്നതിനിടയിൽ യായിറോസിൻ്റെ മകൾ മരിച്ചുവെന്ന വാർത്ത വരുന്നു. നിരാശയുടെ ആ തകർന്ന നിമിഷത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ യേശു യായിറോസിനോട് നേരിട്ട് സംസാരിക്കുന്നു. യേശു പറഞ്ഞ വാക്ക് കേട്ടയുടനെ ആ വാക്ക് ഹൃദയഭേദകമായ വാർത്തയായിരുന്നു. നിങ്ങളുടെ മകൾ മരിച്ചു, ടീച്ചറെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്? യേശു ഉടൻ പ്രതികരിക്കുന്നത് വാർത്തയോടല്ല, മറിച്ച് യായിറോസിൻ്റെ ഹൃദയത്തോടാണ്. ഭയവും നിരാശയും അവനെ കീഴടക്കാൻ പോകുന്നുവെന്ന് യേശുവിന് അറിയാമായിരുന്നു. യേശു യായിറോസിനോട് നേരിട്ടും വ്യക്തിപരമായും സംസാരിക്കുന്നു. സാഹചര്യം ആഖ്യാനത്തെ നിയന്ത്രിക്കാൻ അവൻ അനുവദിക്കുന്നില്ല. വിശ്വാസത്തിൻ്റെയും അധികാരത്തിൻ്റെയും ശബ്ദമായി അവൻ കടന്നു വരുന്നു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരു ഹ്രസ്വവും ശക്തവുമായ കൽപ്പന. ഭയപ്പെടരുത്. വൈകാരിക പ്രതികരണത്തോട് സംസാരിക്കുന്നു. ഭയം, ദുഃഖം, നിസ്സഹായത. വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നത് അസാധ്യമായ കാര്യങ്ങൾ നേരിടുമ്പോഴും വിശ്വാസത്തിലേക്കുള്ള ക്ഷണമാണ്. യേശു ശുഭാപ്തി വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. കാര്യങ്ങൾ നിരാശാജനകമായി തോന്നിയാലും തന്നിൽ ആശ്രയിക്കാനാണ് അവൻ യായിറോസിനെ വിളിക്കുന്നത്. നമ്മുടെ ഏറ്റവും ഇരുണ്ടതും ഏറ്റവും നിരാശാജനകവുമായ നിമിഷങ്ങളിൽ യേശു പറയുന്നത് കേൾക്കൂ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വാസം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നില്ല, അത് അതിനപ്പുറം ദൈവത്തെ വിശ്വസിക്കുന്നു. സ്നേഹപിതാവേ, ജീവിതം വളരെ ദൂരെയായി തോന്നുമ്പോഴും യേശുവിലുള്ള വിശ്വാസം എല്ലാം മാറ്റുമെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭയത്തെയും നിരാശയെയും മുറിച്ചുകൊണ്ട് അവൻ്റെ വാക്കുകൾ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ ഭയത്തിൽ, ദുഃഖത്തിൽ വിശ്വസിക്കുക. യേശു ഇപ്പോഴും നിയന്ത്രണത്തിലാണെന്ന്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.